ഹലോ ക്രിമീസ്. അങ്ങനെ അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനൊരുങ്ങുകയാണ്. 5 T20s 3 ODIസുമാണ് ഈ ഒരു സീരീസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അയർലൻഡിനെതിരെ ഇന്ത്യ ഒരു അപ്രതീക്ഷിത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതായത് 2 മത്സരങ്ങളാണ് ഈ ഒരു പരമ്പരയിൽ ഉണ്ടായിരുന്നത്. ആ 2 മത്സരം ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങി ചരിത്രത്തിൽ തന്നെ ഒരു നാണക്കേടിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അതും പുതിയ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ. ഈ നാണക്കേടിൻ്റെ ക്ഷീണം മാറ്റാനാവും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുക. നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ സഞ്ജു സാംസൺ അടക്കമുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര അയർലൻഡ് ബോളർമാരുടെ മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ഈ ഒരു 2 മത്സരങ്ങൾ കണ്ടത്. അപ്പോൾ ടീമിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന ടീമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. വൈഭവ് സൂര്യവംശിക്ക് അവസരം കിട്ടുമെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓപ്പണിങ്ങിൽ ആരെങ്കിലുമൊക്കെ തുടർ പരാജയമാവുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശി എന്തായാലും ഇന്ത്യൻ ടീമിൽ പരിഗണിക്കും. ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറും എന്താണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി എന്നത് നമുക്ക് ഈ ഒരു സീരീസിലൂടെ കാണാം. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ODI മത്സരങ്ങൾ, അതായത് 3 ODIs ആണ് കളിക്കുന്നത്. ആ ODI മത്സരത്തിൽ നമ്മുടെ വിരാട് കോഹ്ലി, ജാസ്പ്രീത് ബുംറയും ഒരു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സീരീസും കൂടി ആയിരിക്കും ഇത്. രോഹിത് ശർമ്മ പിന്നെ ഓൾറെഡി അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ODIസിൽ കളിച്ചിരുന്നു. അത്യാവശ്യം ഒരു ഭേദപ്പെട്ട പ്രകടനമാണ് ആ ഒരു സീരീസിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് സീരീസിലും രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും നന്നായി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് T20 സീരീസിലെ ആദ്യ മത്സരം വരുന്നത് ജൂലൈ 1 ബുധനാഴ്ച, അതായത് നാളെ രാത്രി 10 മണിക്കാണ്. ഇന്ത്യ സമയം രാത്രി 10 മണിക്കാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത്. പക്ഷേ അന്ന് തന്നെ മറുവശത്ത് ഫുട്ബോൾ വേൾഡ് കപ്പിലെ നോക്കൗട്ട് മാച്ചുകളിൽ ഒന്നായ ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ മത്സരം ആ ഒരു സമയത്ത് തന്നെയാണ്. രാത്രി 9:30 ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ ഫുട്ബോൾ വേൾഡ് കപ്പിലെ നോക്കൗട്ട് മാച്ച്. അപ്പോൾ ഇതിലേത് കാണുന്നുള്ള കൺഫ്യൂഷനിലാണ് കായിക പ്രേമികൾ. എന്തായാലും 2 മാച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. രണ്ടാം T20 വരുന്നത് ജൂലൈ 4 ശനിയാഴ്ചയാണ്. രണ്ടാം T20 മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലാണ് രണ്ടാം T20 മത്സരം. മൂന്നാം T20 മത്സരം നോട്ടിംഗ്ഹാമിൽ ജൂലൈ 7 ചൊവ്വാഴ്ചയും. നാലാം T20 മത്സരം ജൂലൈ 9 വ്യാഴാഴ്ച ബ്രിസ്റ്റളിലുമാണ് നടക്കുന്നത്. ഈ T20 പരമ്പരയിലെ അവസാന മത്സരമായി നടക്കുന്നത് ജൂലൈ 11 ശനിയാഴ്ച സതാംപ്ടണിലാണ് അവസാന T20 മത്സരം നടക്കുക. ഇതിൽ 3 മാച്ചസ് കണ്ടു വരുന്നത് രാത്രി 10 മണിക്കാണ്. ഇന്ത്യ സമയം രാത്രി 10 മണിക്കാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉറക്കം കളയേണ്ടി വരും. ബാക്കിയുള്ള 2 മത്സരം വരുന്നത് രാത്രി 7 മണിക്കാണ്. അത് നോർമൽ ഇന്ത്യൻ ടൈമിങ്ങിലാണ് ബാക്കിയുള്ള 2 മത്സരങ്ങളും വരുന്നത്. ഇന്ത്യയുടെ T20 സ്ക്വാഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ക്യാപ്റ്റനായി വരുന്നത് മറ്റൊന്നുമല്ല ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യർ എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ തൻ്റെ കഴിവ് പരമാവധി, ക്യാപ്റ്റൻസി മികവ് പരമാവധി പുറത്തെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക സീരീസ് തന്നെയാണെന്ന് പറയാം. ഈ സീരീസിലാണ് ഒരു നിസ്സാര ടീമല്ല, അയർലൻഡിനോട് തോറ്റാണ്. പക്ഷേ അയർലൻഡിനാണ് 100 ഇരട്ടി ബെറ്ററാണ് ഇംഗ്ലണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണ് കളി. അപ്പോൾ വളരെ പ്രതികൂല ഘടകങ്ങളാണ് ശ്രേയസ് അയ്യരെ സംബന്ധിച്ച്. പക്ഷേ ശ്രേയസ് അയ്യന് ഈ ഒരു ക്യാപ്റ്റൻസി വളരെ നിർണായകമാണ്. ഈ ഒരു സീരീസ് വളരെ നിർണായകമാണ്. പിന്നെ ബാറ്റർമാരായിട്ട് വരുന്നത് തിലക് വർമ്മ, പിന്നെ മറ്റേ വൈഭവ് സൂര്യവംശി. ഇങ്ങനെ വൈഭവ് സൂര്യവംശിക്ക് അവസരം കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ അഭിഷേക് ശർമ്മ ഉണ്ട് ഓൾറൗണ്ടേഴ്സായിട്ട്. ശിവൻ ദുബെ, സൂര്യാൻഷ് ഷഡ്ജെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ഓൾറൗണ്ടേഴ്സായിരുന്നത്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് നമ്മുടെ സഞ്ജു സാംസണും ഇഷാൻ കിഷനും. പിന്നെ ബോളേഴ്സായിട്ട് രവി ബിഷ്ണോയ്, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, പ്രിൻസ് യാദവ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാണ് ഇന്ത്യൻ ബോളേഴ്സായിട്ട് വരുന്നത്. ഇതിലിപ്പോൾ ഹർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്ന് പറയുന്നത് ചില മാച്ചുകളിൽ ഇവർ നന്നായി ബോളർ ചെയ്യുന്നത് ചോദിച്ചാൽ പല മറ്റുള്ള മത്സരങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ബോളിങ്ങാണ് ഇരുവരും കാഴ്ചവെക്കുന്നത്. ജസ്പ്രീത് ബുംറ എന്തുകൊണ്ട് T20 മാറ്റം ഒരു പക്ഷേ ODIയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിരിക്കും ജസ്പ്രീത് ബുംറയെ T20 കളിപ്പിക്കാത്തത്. എനിവേ, നന്നായി നല്ലൊരു പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യൻ T20 ടീമിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇംഗ്ലണ്ടിൻ്റെ T20 സ്ക്വാഡിലേക്ക് വരാൻ വെച്ചാൽ ഹാരി ബ്രൂക്കാണ് ക്യാപ്റ്റനായി വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് വിൽ ജാക്സ്, ജെയിംസ് കോൾസ്, ജേക്കബ് ബദൽ, ലിയാം ഡാൻസൺ, സാം കറൻ, റഹാൻ അഹമ്മദ് എന്നിവരാണ് ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഫിൽ സാൾട്ട്, ജോർദാൻ കോക്സ്, ജോസ് ബട്ട്ലർ, ടോം ബാൻഡൻ എന്നിവരാണ് വിക്കറ്റ് കീപ്പേഴ്സായിട്ട് വരുന്നത്. ബൗളേഴ്സായിട്ട് വരുന്നത് ലൂക്ക് വുഡ്, ജോസ് ടങ്, ആദിൽ റഷീദ്, സാക്കിബ് മുഹമ്മദ്, സോണി ബേക്കർ, ജോഫ്ര ആർച്ചർ എന്നിവരാണ്
ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഇതിൽ ഞാൻ സ്ക്വാഡ് നോക്കിയപ്പോൾ ബാറ്റേഴ്സായിട്ട് ഒരാളെ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ, ഹാരി ബ്രൂക്ക്. ബാക്കിയുള്ളവരൊക്കെ ഓൾറൗണ്ടേഴ്സ്, വിക്കറ്റ് കീപ്പേഴ്സ്, ബോളേഴ്സ് എന്നീ ടാഗ് ലൈനിൻ്റെ അണ്ടറിൽ വരുന്ന, അതായത് ബാറ്റർമാരിൽ ഒരാളുടെ പേര് മാത്രമേ ഉള്ളൂ, അത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന് മാത്രമാണ്. അപ്പോൾ ഒരു ഓൾറൗണ്ട് മികവുള്ള ഒരു ടീം തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് അണിയിച്ചിരിക്കുന്നത്. T20 മത്സരങ്ങൾക്ക് ശേഷം ജൂലൈ 14 ചൊവ്വാഴ്ച മുതലാണ് ODI മത്സരങ്ങൾക്ക് തുടക്കമാകുക. ആദ്യ ODI മത്സരം വരുന്നത് ബർമിംഗ്ഹാമിലാണ്. ജൂലൈ 14 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആദ്യ ഏകദിന മത്സരം. രണ്ടാം ODI മത്സരം വരുന്നത് ജൂലൈ 16 വ്യാഴാഴ്ച കാർഡിഫിലും. മൂന്നാം ODI ലണ്ടനിലെ ലോർഡ്സിലുമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ODI അത് സൺഡേ ജൂലൈ 19 ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ഫൈനൽ. അന്ന് തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മാച്ചും വരുന്നത് എന്നുള്ളത് മറ്റൊരു യാദൃശ്ചികത. ODI സ്കോറിലേക്ക് വരാൻ വെച്ചാൽ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. ODIക്ക് വന്നപ്പോൾ ശുഭ്മാൻ ഗില്ല് ക്യാപ്റ്റൻ ഓൾറെഡി ഉള്ളതാണ്. പിന്നെ രോഹിത് ശർമ്മ ബാറ്ററായിട്ട് വരുന്നത്, വിരാട് കോഹ്ലി സൈഡ് എന്നിവരാണ് മറ്റു ബാറ്റർമാർ. ഓൾറൗണ്ടേഴ്സായിട്ട് സൂര്യാൻ ഷജ്ജാനെ ODI ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ എന്നിവർ ഓൾറൗണ്ടേഴ്സിൻ്റെ പട്ടികയിലുണ്ട്. പിന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് KL രാഹുലും ഇഷാൻ കിഷനുമാണ് വിക്കറ്റ് കീപ്പർമാരുള്ളത്. ബൗളേഴ്സായിട്ട് കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ വീണ്ടും ഇന്ത്യൻ ടീമിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ പ്രസിദ്ധ് കൃഷ്ണനെ വീണ്ടും ODIയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹർഷിത് റാണനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹർഷദീപിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുർനൂർ ബ്രാർ എന്നിവരാണ് ODIയിലെ ബോളർമാരായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യ കുറച്ച് നാൾ തങ്ങളുടെ ഹോം പിച്ചിൽ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ അയർലാൻഡ് സീരീസിൽ കണ്ടു വിദേശത്തേക്ക് കടന്നതിൻ്റെ പ്രശ്നങ്ങൾ. അതായത് വിദേശ പിച്ചുമായി പൊരുത്തപ്പെടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആ ഒരു പൊരുത്തപ്പെടലൊക്കെ നന്നായി സാധിക്കട്ടെ. അങ്ങനെ നല്ലൊരു ടീം ഗെയിം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത മാച്ച്